നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഈ സീസണിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി വളരെ ഡിസിസീവായിട്ടുള്ള ചില പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് തൻ്റെ മികവ് തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ആഴ്സണലും അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും തമ്മിൽ നടന്ന ആ പോരാട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ അതിനിർണായകമായ പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി. അത് കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരം, ആ മത്സരത്തിൽ ലേറ്റ് ഈക്വലൈസർ വന്നത്, അത് പ്രീമിയർ ലീഗ് മാച്ചാണ്. ലേറ്റ് ഈക്വലൈസർ വന്നത് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ വകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒളിമ്പിയാക്കോസിനെതിരെ അദ്ദേഹത്തിൻ്റെ വക ഗോൾ വന്നിരിക്കുന്നു. ഓപ്പണറാണ് അദ്ദേഹത്തിൻ്റെ വക വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ മികവ് പതിയെ തിരികെ പിടിച്ച് ഈ സീസണിലൊരു റിഡംഷൻ, അത് തന്നെ പറയണം, ഒരു റിഡംഷൻ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരം ഒളിമ്പിയാക്കോസിനെ 2-0 തോൽപ്പിക്കുമ്പോൾ കളിയുടെ 12ാമത്തെ മിനിറ്റിലാണ് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോൾ പിറക്കുന്നത്. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ബുക്കായോ സാക്ക കൂടി ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് ആഴ്സണൽ നേടിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ 2ഉം വിജയിച്ചുകൊണ്ട് 6 പോയിൻറ്റോടെ ആ ഒരു ടോപ്പ് 8ൽ തന്നെയുണ്ട് ആഴ്സണൽ. എന്തായാലും അവരുടെ കുതിപ്പും മാർട്ടിനെല്ലിയുടെ ഈ ഒരു ഫോമും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് നൽകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.